ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ റിപ്പയർ ചെയ്യുവാണെങ്കിൽ പോകുന്നത് ഇതൊരു ആംപ്ലിഫയർ ആണ്. കണ്ടങ്ങൾ ഇത് USB ഉണ്ട്, പിന്നെ FM ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ചെറിയൊരു ആംപ്ലിഫയർ ആണ്. കുറച്ച് മുമ്പത്തെ പഴയ ടൈപ്പാണിത്. കണ്ടോ, ഇവിടെ CD FM കണ്ടങ്ങൾ. അപ്പം പണ്ടൊക്കെ CD ടൈമിലൊക്കെ ഇതിമ്മ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംപ്ലിഫയർ ആക്കി നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, ആ ഒരു സ്വിച്ചാണ് കാണുന്നത്. കണ്ടല്ലേ. അപ്പം ഇതിന് പ്രശ്നം എന്താ, ഇത് സൗണ്ടില്ല, സോറി, ഇത് പവർ വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ കാണിച്ചറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാ ഇതിൻ്റെ പിന്ന് കേട്ടോ. ഇത് എന്താ ചെയ്യണ്ടേ, നേരെ ഇതാണ് നമ്മളെ സ്വിച്ച് ബോർഡ്. ഇത് കണ്ടല്ലേ, സ്വിച്ച് ബോർഡ്. അപ്പം കട്ട് ചെയ്യാണ്. ഇനി സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടി പോകണം കേട്ടോ. സ്വിച്ച് ഓണായി അല്ലേ. അപ്പം കണ്ടോ, ഇതാണ് ആംപ്ലിഫയറിൻ്റെ അവസ്ഥ. കണ്ടോ, ഒരു ഇതുമില്ല. കണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. കണ്ടല്ലേ, ഓൺ ഓഫ് കണ്ടതാണ്ടോ. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ എന്താ നമുക്ക് നയിച്ചു നോക്കിയാലോ നമുക്ക്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടോ, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ സ്വിച്ചാണോ ഇനി ബോർഡാണോ ട്രാൻസ്ഫോമർ ആണോ ഇനി ഇതിൻ്റെ ഈ വയറാണ് എന്താ അറിയില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഫുള്ള് നയിച്ചാൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അയക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഈ വയറ് എന്ത് ചെയ്യുക, പ്ലഗിൽ നിന്ന് ഊരിയെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊന്ന് അയച്ചു നോക്കാം. അപ്പം നമ്മൾ 4 സ്ക്രൂ വന്നത് അയച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഇനി നമുക്കിതിങ്ങനെ നീക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. കണ്ടില്ലേ, അപ്പോൾ ഒരു 12 ട്രാൻസ്ഫോമർ കാണുന്നത്. കണ്ടില്ലേ, പിന്നെ ബോർഡും ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് തൽക്കാലം ചെക്ക് ചെയ്താണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം മൾട്ടിമീറ്റർ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ചിഹ്നം കാണുന്നതാണ് ഡയോഡിൻ്റെ, ഇതിലേക്ക് തിരിച്ചു കൊടുക്കുക. കണ്ടില്ലേ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ 2 നോബ് അത് കൂട്ടി മുട്ടിക്കുമ്പോൾ സൗണ്ട് കേൾക്കാം. ഒരു ബ്ലസറിന് സൗണ്ട് കേൾക്കാം, പി എന്നുള്ള. കണ്ടില്ലേ, ഈ സൗണ്ട് ഉണ്ടാകുമ്പോഴാണ് സാധനം റെഡി എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു വയറാണല്ലോ. ഈ വയറ് പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇത് റെഡിയാണ്. കംപ്ലൈൻ്റ് വരാണെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് എങ്ങനെ ചെയ്ത് കാണിക്കണം ഞാൻ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കോഡ് വയർ ഈ കോഡ് വയർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കോഡ് വയർ നേരെ വരുന്നത് കണ്ടെങ്കിൽ ഇതിൽ കൂടെ വരുന്നത് കണ്ടോ. ഇതിൽ കൂടെ ഒന്നാണ്ട് നേരെ ഈ സ്വിച്ച് അടിയിലാണ് വരുന്നുണ്ടോ, ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്വിച്ചിപ്പോൾ 4 വയറുണ്ടാവും. അതായത് ഈ കറുത്ത വയർ ഇത് നമ്മളെ പ്ലഗിൽ നിന്ന് വരുന്ന വയറാണ്. ഈ വയർ നേരെ വരുന്നത് ഈ സ്വിച്ചിൻ്റെ ഇവിടെ ഒരു പോയിന്റും ഉണ്ട്, ഉൾഭാഗത്തൊരു പോയിന്റും ഉണ്ട്. കണ്ടല്ലേ, അപ്പോൾ ഇത് ഓണായി കഴിഞ്ഞാൽ ഈ സ്വിച്ച് വന്ന് ഇപ്പുറത്തെ കണക്ഷൻ പോവുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്താൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം, അപ്പോൾ സംഗതി ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ സ്വിച്ച് ഉള്ളിലേക്ക് ആകുമ്പോഴേ പവർ ഓൺ ആയിട്ട് വരുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇപ്പം ഇത് ഓഫാണ്, ഇങ്ങനെ ആകുമ്പോൾ ഓണാണ്. കണ്ടില്ലേ, അപ്പം ഇതാ ഒരു പിന്ന് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ച് നോക്കുക. കണ്ടോ, ഇപ്പോൾ സൗണ്ട് കേൾക്കാൻ നിങ്ങൾക്ക് ഇതാണ് മൾട്ടിമീറ്റർ. കണ്ടില്ലേ, അപ്പോൾ ഒരു ലൈന് വയർ റെഡിയാണ്. ഇപ്പം ന്യൂട്രൽ ഫേസ് ഉണ്ടാകുമ്പോൾ ഒരു പോയിന്റ് റെഡിയാണ് കേട്ടോ. കണ്ടല്ലേ, അപ്പോൾ ഇനി സ്വിച്ച് ഓൺ ആക്കിയാൽ നേരെ ഇങ്ങോട്ട് പാസ് ചെയ്യണം ഈ ഭാഗത്തേക്ക്. കണ്ടോ, അപ്പോൾ സ്വിച്ച് കമ്പനി ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ കണ്ടല്ലേ. ഇനി സ്വിച്ച് ഓഫ് ആക്കിയാൽ എന്താ അവസ്ഥ, ഇവിടെ സൗണ്ട് ഉണ്ടാവും. നേരെ പിന്നെ വയറാണ് ഇത്. കണ്ടല്ലേ, കണ്ടോ, ഇങ്ങോട്ട് സൗണ്ട് ഉണ്ടാവില്ല. കണ്ടല്ലേ, അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഇവിടെ 2ാമത്തെ വയറിൽ സൗണ്ട് വരുന്നെങ്കിൽ സ്വിച്ച് കംപ്ലൈൻ്റ് എന്ന് മനസ്സിലാക്കണം. ഇത് സ്വിച്ച് റെഡിയാണ്. കണ്ടല്ലേ, അപ്പോൾ ഇവിടെ സൗണ്ട് ഇല്ല. ഇനി സ്വിച്ച് വെക്കുമ്പോൾ സൗണ്ട് കണ്ടില്ലേ, അപ്പോൾ സ്വിച്ച് റെഡിയാണ്.
ഇനി നമുക്ക് രണ്ടാമത്തെ പിന്നെ അതേമാതിരി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോഴത്തെ 2 പേരുണ്ടാവും ഇതേമാതിരി തന്നെ. അത് കണ്ടോ, ആ റെഡിയാണ്. രണ്ടാമത്തെ പോയിന്റ് കണ്ടോ. അപ്പം 2 റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ വയറിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ട്രാൻസ്ഫോമറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമർ എന്തെങ്കിലും ഇഷ്യൂസ് വന്നതായിരിക്കും. എന്തായാലും ഇത് നമുക്കൊന്ന് നോക്കാം നമുക്ക് കേട്ടോ. ട്രാൻസ്ഫോമർ വയർ കിട്ടണമെന്ന് നമുക്കറിയില്ല. നമുക്കിത് അയച്ച് നോക്കാം നമുക്ക് കേട്ടോ. ആ ബൈക്കിന് സ്ക്രൂ ഒക്കെ എടുത്തേക്കുക. പിന്നെ കൊടുക്കാനത് സ്ക്രൂ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ബാക്കി ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് ഇതിൻ്റെ ബോർഡ് കണ്ടില്ലേ. അപ്പം ഇവിടെ വയറ് വിട്ടൊന്നും കാണിക്കണമെന്നില്ല കണ്ടില്ലേ. വയറൊക്കെ റെഡിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിനായിരിക്കും കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഇവിടെ ഒരു 12 സപ്ലൈ കൊടുത്തു നോക്കിയാൽ നമുക്ക് അറിയാം ഇത് ഓൺ ആകണ്ടോ ഇല്ല എന്നല്ലോ കേട്ടോ. ഇവിടെ ഇത് പ്ലസ് ഇത് മൈനസ് കണ്ടില്ലേ ആണ് 12 DC. അപ്പോൾ അഡാപ്റ്റർ എന്ത് ഉപയോഗിച്ചാൽ നമുക്ക് കൊടുത്തു നോക്കിയാൽ നമുക്ക് അറിയാം ഇത് വർക്ക് ചെയ്യോ ഇല്ല എന്നല്ലോ കേട്ടോ. എന്നിട്ട് നമുക്ക് ബോർഡുമൊക്കെ നമുക്ക് വരാം, അതൊരു നല്ലത്. അപ്പം നമുക്ക് സംഗതി മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ട്രാൻസ്ഫോമർ പോയതാണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്താൽ നമുക്ക് വർക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു എലിമീറ്റർ എടുത്തു ഞാൻ. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്ന് അറിയണ്ട കേട്ടോ. അപ്പോൾ ഇതിന്മേലെ 1.5 to 12 വരെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 12 ട്രാൻസ്ഫോമർ ആകുമ്പോൾ 12 സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ 12 ഇനി നമുക്കൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ പ്ലസ് മൈനസ് മാറാതെ തന്നെ ചെയ്യണുണ്ടോ, മാറിപ്പോരുത് കേട്ടോ. അപ്പോൾ ഈ മുകളിലത്തേതാണ് എന്ത് പ്ലസ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് കൊടുക്കുക കണ്ടില്ലേ. അപ്പം ഇനി തൊട്ട് താഴത്തെ തന്നെ കൊടുക്കുക. അവന് കൊടുക്കുമ്പോൾ ഈ ബോർഡിന് ഷോർട്ടാൻ പാടില്ല കേട്ടോ. ഇത് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാലേ അപ്പോൾ അതാകെ വലിയ കംപ്ലൈൻ്റ് ആവും. അതാണ്ട് അപ്പം എന്ത് ചെയ്യുക, ഇങ്ങനെ കൊടുക്കുക കണ്ടില്ലേ. അപ്പം ഞങ്ങൾ ഓണാക്കി നോക്കാം. അപ്പം എന്ത് ചെയ്യുക, അപ്പോൾ ട്രാൻസ്ഫോമർ പോയതാണ് ഇത് ഓണാവും. ഇപ്പോൾ ട്രാൻസ്ഫോമർ അതിന് ഡയോഡ് പോയെങ്കിലും അതേമാതിരി സംഭവിക്കൂട്ടോ. അപ്പം നമ്മൾ നോക്കാം നമുക്ക് കേട്ടോ. കണ്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ഇത് ഓണായി കണ്ടില്ലേ. ഇവിടെ FM ആണത്, ബോക്സ് കൊടുക്കാതെ സൗണ്ട് കേൾക്കാതാണല്ലേ. അപ്പോൾ ഇത് ഓണായി കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് എന്തായിരിക്കും, ട്രാൻസ്ഫോമർ ആയിരിക്കും മിക്കവാറും പോയത് കേട്ടോ. പിന്നെ അതന്നെ ആയിരിക്കും, ട്രാൻസ്ഫോമർ ആയിരിക്കും നമ്മുടെ കംപ്ലൈൻറ്റ് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് പിന്നെ ഇവിടെ കപ്പാസിറ്റി 4 ഡയോഡ് അങ്ങനെ പോകാൻ സാധ്യത വളരെ കുറവാണ്. അവൻ ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഡയോഡ് അതേമാതിരി ഡയോഡും ചെക്ക് ചെയ്യുക. ഇതേമാതിരി തന്നെ ഈ പോയിന്റിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാണ് ഡയോഡ്, ഇങ്ങനെ ഡയോഡ് വരിക കണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഈ ഒരു വരള്ള ഭാഗം ഉണ്ടാവും. വീഡിയോ വെച്ചാൽ മനസ്സിലാകൊണ്ട് വരില്ല. ഈ ഡയോഡും ഒരു വരള്ള ഭാഗമായിട്ട് കാണണ്ടല്ലേ, ഒരു സിൽവറിൻ്റെ വര കാണുതാ കണ്ടല്ലേ. ഈ ഭാഗത്ത് ഇങ്ങനെ നോക്കിയാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ റീഡിങ് കാണിക്കും. ഇത് ചെക്ക് ചെയ്യാൻ സിമ്പിളാണ് കണ്ടല്ലേ. ഇപ്പോൾ ഇത് റീഡിങ് കാണിക്കില്ല, ഇവിടെ 1 കാണിക്കണ്ടല്ലേ. ഇത് തിരിച്ചു വെക്കുമ്പോൾ റീഡിങ് കാണിക്കണം ഇങ്ങനെ കണ്ടല്ലേ. ഇപ്പോൾ ഈ ഡയോഡ് റെഡിയാണ് കേട്ടോ. ഇങ്ങനെ ഡയോഡ് ചെക്ക് ചെയ്യുക കണ്ടല്ലേ. 610 കാണിക്കണതാ. ഇത് 4ത്തെ ഡയോഡ് ഇങ്ങനെ ചെക്ക് ചെയ്യുക കേട്ടോ. ഇത് 1 4ത്തെ ഡയോഡാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കേട്ടോ തിരിച്ചു വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാലും വരിക. ഇതിങ്ങനെ വീണ്ടും പോസിറ്റീവ് നെഗറ്റീവ് മാറ്റി കൊടുത്താൽ മതി കണ്ടല്ലേ. അങ്ങനെ കണ്ടോ. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ ബോർഡുമ്പത്തെ ഇതും ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ കാണുന്ന സമയത്ത് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ കാരണം ഇപ്പോൾ ഇത് റീഡിങ് ഒന്നും കാണിക്കണില്ല കണ്ടല്ലേ. 1 കാണിക്കണത്. ഇത് തിരിച്ച് വെക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ റീഡിങ് കാണിക്കും കണ്ടല്ലേ. അപ്പോൾ ഇതേമാതിരി 4 ഡയോഡ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ആണോ റീഡിങ് 1 കാണിക്കണത് കണ്ടില്ലേ. അപ്പോൾ ഇത് ഡയോഡ് 4 റെഡിയാണ് കേട്ടോ. അപ്പോൾ ഡയോഡല്ല പ്രശ്നക്കാരൻ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ മാറ്റി കൊടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ ട്രാൻസ്ഫോമറിൻ്റെ കയ്യിൽ ഇവിടെ സ്റ്റോക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണത്, ചെറിയ അഡാപ്റ്റർ വെച്ച് കൊടുക്കുകയാണ് ഞാൻ കേട്ടോ. 12 അഡാപ്റ്റർ വെച്ച് കൊടുക്കുകയാണ് ഞാൻ.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഈ ട്രാൻസ്ഫോർമർ ഒന്ന് അയക്കണം നമുക്ക് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് ഇതിന് ട്രാൻസ്ഫോമർ കണ്ടല്ലേ. അപ്പോൾ ഇത് ട്രാൻസ്ഫോമറിൻ്റെ കംപ്ലൈൻറ്റ് ഇങ്ങനെ നോക്കിയിട്ട് കാണില്ല, ഇത് ഉള്ളിൽ പോയത് തന്നെ ആയിരിക്കും. ഒന്ന് അയച്ചു നോക്കാം. ആണോ, ഇത് ഇവിടെയൊക്കെ കുഴപ്പമൊന്നും കാണില്ല കണ്ടല്ലേ. അതായത് കുഴപ്പമില്ല. അപ്പോൾ എന്തോ ഇഷ്യൂസ് ആണ് കേട്ടോ, ഉള്ളിലത്തെ കോയിന് കംപ്ലൈൻ്റ് ആയിരിക്കും. ഇവിടെ കണക്ഷൻ വിട്ട് കാണില്ല. ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഇതേമാതിരി നമുക്ക് നോക്കാം. നമുക്ക് ഇത് ഉള്ളിലേക്കാണ് വരുന്നത്, ഇത് കാണില്ല കണ്ടല്ലേ. അപ്പോൾ തൽക്കാലം ഇത് നമുക്ക് ഒന്ന് ഐസ് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വയർ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ട്രാൻസ്ഫോമർ നമുക്ക് ഇതിൽ നിന്ന് അയച്ച് നമുക്ക് മാറ്റി വെക്കാം. ഈ വയറിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല കണ്ടല്ലേ. അപ്പോൾ ഇതോടെ കട്ടെ. ഇനി നമുക്ക് എന്താ അറിയാം, ഈ വയർ മാറ്റി കൊടുക്കുക. ഈ വയർ നമുക്ക് എന്താ ഇവിടെ നമുക്ക് ഒഴിവാക്കട്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ആദ്യം നമുക്കൊന്ന് അയച്ചെടുക്കാം. അത് അയച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് എന്താ, ഈ ഭാഗത്ത് നമുക്ക് ഈ ബോർഡ് നമ്മുടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ബോർഡിന് കുഴപ്പമൊന്നുമില്ല ഉണ്ടല്ലേ. അപ്പോൾ ഇനി ഇതാണ് നമ്മൾ അഡാപ്റ്റർ കണ്ടല്ലേ, 12 അഡാപ്റ്ററാണ് ഇത് കണ്ടല്ലേ. അപ്പോൾ ഇതാണ് അവിടെ കൊടുക്കാൻ വേണ്ടി പോകണത് കേട്ടോ. അപ്പോൾ എന്നാലും ഇത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്, നമ്മൾ നോക്കാം നമുക്ക്. അപ്പോൾ ഈ അഡാപ്റ്റർ നമുക്ക് ഇതിങ്ങനെ വെക്കാൻ നല്ലതാണ്. എന്താ വെച്ചാൽ ഇത് പൊട്ടിച്ച് ബോർഡ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ വെച്ചാൽ ഇത് നേരിട്ട് കറണ്ട് വരുമ്പോഴേ ഇവിടെ തട്ടി നമുക്ക് ഷോക്ക് അടിക്കും, ആ പ്രശ്നം ഉണ്ടാവും. ഇതിങ്ങനെ പൊളിച്ചാണ്ട് ബോർഡ് ഇങ്ങനെ വെക്കുമ്പോൾ ഇതേമാതിരി ഭാഗം നമുക്ക് ബോഡിമേൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താ ഇത് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വെച്ച് വെക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇവിടെ നമുക്കൊന്ന് സോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ചെരണ്ടി കൊടുക്കുക ഇങ്ങനെ. ഇവിടെ എന്ത് ചെയ്യുക, കുറച്ച് സോൾഡിങ്ങിൻ്റെ ഫ്ലക്സ് എടുക്കുക. അങ്ങനെ തേച്ച് എന്ത് ചെയ്യുക, കൊടുക്കുക. എന്നാൽ നമുക്ക് ഇവിടെ 2 വയർ സോൾഡ് ചെയ്ത് കൊടുക്കുക. അത് നോക്കാനൊന്നുമില്ല, നേരെ സോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പ്ലസ് മൈനസ് നോക്കാനൊന്നുമില്ല കേട്ടോ, നേരെ ചെയ്ത് കൊടുത്താൽ മതി.
കേട്ടോ. നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, ടാപ്പിറ്റ് കൊടുക്കുക കേട്ടോ. കണ്ടല്ലേ, ഇതേമാതിരി ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്കിത് ഡബിൾ ടൈപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അല്ലാതെ ഗ്ലൂസ് കിട്ടാൻ ചിലപ്പോൾ ചൂട് കഴിഞ്ഞപ്പോൾ പോരാൻ സാധ്യത ഉണ്ട്. അതാണ് ഗ്ലൂസ് കിട്ടാത്തത്. അപ്പോൾ ഡബിൾ ടൈപ്പിന് അങ്ങനത്തെ വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. മുമ്പ് എന്താ ഉള്ളിൽ ചളിയൊക്കെ ഉണ്ടെങ്കിൽ തോത്തി കൊടുക്കണം കേട്ടോ. ഇവിടെ എന്ത് ചെയ്യുക, ഇതിങ്ങനെ അരയ്ക്കുക, അവിടെ ഒട്ടിച്ച് കൊടുക്കുക കറക്റ്റാക്കിയിട്ട് കേട്ടോ. കണ്ടല്ലേ, ഇനി ഇവിടുന്ന് ഉടുക്കും പോവല്ല. കണ്ടോ, സെറ്റായി കേട്ടോ. പിന്നെ നമുക്ക് ഈ സ്വിച്ച് മേൽ കണക്ഷൻ കൊടുക്കണ്ടേ. സ്വിച്ചിൻ്റെ അപ്പോൾ 2 പോയിന്റ് കാണാം കേട്ടോ. കൈമ കണക്ഷൻ കൊടുക്കാം നമുക്ക്. വയർ കുറച്ച് ഏറായിട്ട് നമുക്ക് വയർ കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ കൊടുത്തു. കണ്ടല്ലേ, ഇനി അപ്പുറത്തെ കാര്യമെല്ലാം പിന്നെ ഇതിന് വയർ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് റെഡി ആവും. കണ്ടല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 2 വയർ ഇവിടെ കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് അഡാപ്റ്ററിൽ നിന്ന് വരുന്ന പുറത്തുള്ള വയറാണ്. കണ്ടല്ലേ, അപ്പോൾ ഈ വയറിൻ്റെ അറ്റം ഇങ്ങനെ കയറും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ലെവലിലാക്കിയാണ്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൽ പ്ലസ് മൈനസ് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് മാറിപ്പോരുത്. അപ്പോൾ എങ്ങനെ പ്ലസ് മൈനസ് അറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വയർ കട്ട് ചെയ്തില്ലേ, അപ്പോൾ നമുക്ക് വയർ മാർക്കൊന്നും കാണില്ല. കണ്ടില്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ അറിയാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് വയറെന്ത് ചെയ്യാം, നമുക്ക് നേരെ ഫ്ലഗ് കുത്തിയാണ് നമുക്ക് ഓണാക്കുക. അപ്പോൾ ഓണാക്കുമ്പോൾ ഇവിടെ ഷോർട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഷോർട്ടായാലും നമ്മളെ അഡാപ്റ്റർ വീണ്ടും കംപ്ലൈൻ്റ് ആവും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മൾട്ടിമീറ്റർ എന്ത് ചെയ്യുക, ഈ ഇതേമാതിരി 20ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ നോബിലേ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ വയറ് വെച്ച് കൊടുക്കുക, ഇങ്ങനെ വയറ് എന്ത് ചെയ്യുക വെക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ മൈനസ് ചിഹ്നം വന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൊടുത്ത് തെറ്റാണ്. ഈ വര മൈനസ് വരാണ് താങ്കൾ നിങ്ങൾ. അപ്പോൾ തിരിച്ച് കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇത് റെഡിയാണ്. ഇപ്പോൾ ഇവിടെ വര വന്നില്ല. തിരിച്ച് കൊടുക്കുമ്പോൾ ആണിത് ഇവിടെ ഈ പ്രശ്നം വരുന്നത്. കണ്ടോ നിങ്ങൾ, എല്ലാ വരാണ്. അപ്പോൾ ഇത് മൈനസായി. ഇപ്പോൾ ഇത് തെറ്റാണ് കൊടുത്തത്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ. അപ്പോൾ ഇതിൽ ഇതിപ്പോൾ പ്ലസ് മൈനസ് റെഡി കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ റെഡ് ഈ വയറാണ് പ്ലസ് വരുന്നത്. കണ്ടേ, തന്നെ ഇതാണ് പ്ലസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫാക്കുക.
അപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ ഭാഗമില്ലേ, ഈ ആണെങ്കിൽ 12 വോൾട്ട് DC ആണ്. ഈ റെഡ് എന്നുള്ള കൊടുത്ത് എന്ത് ചെയ്യുക, ഈ റെഡ് വേറെ സോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പം കണ്ടില്ല, അത് കൊടുത്തു. ഇനി തൊട്ട് താഴേക്ക് എന്ത് ചെയ്യുക, അടിയത്തേമ്പ് ബ്ലാക്ക് എന്ത് ചെയ്യുക, ഇതിന് രണ്ടാമത് വേറെ എന്ത് ചെയ്യുക, അതേമാതിരി തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, അപ്പോൾ നല്ല വൃത്തിയുണ്ടല്ലേ, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, അപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഓണാക്കി നോക്കണം. നമ്മൾ സ്പീക്കറിൻ്റെ വയർ കൊടുത്താണ്, ഇവിടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ സ്പീക്കർ കൊടുത്താണ് നമ്മൾ വയർ. അപ്പം എന്താ, ഇവിടെ ഓണാക്കുമ്പോൾ ശ്രദ്ധിക്കണ്ട, ഇവിടെ 2 വയർ തമ്മിൽ ഷോർട്ടായി കഴിഞ്ഞാൽ, തട്ടി കഴിഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ ഐസ് കംപ്ലൈൻ്റ് ആവും കേട്ടോ. അപ്പോൾ പിന്നെ അതൊരു ഇതന്നെ കാരണം. അപ്പോൾ ശ്രദ്ധിക്കട്ടോ ഓണാക്കുമ്പോൾ. അതേപോലെ തന്നെ ഇതിനൊക്കെ 2 വയർ ഇങ്ങനെ കിടക്കണ്ടോ നിങ്ങൾ, ഇവിടെ സ്പീക്കറിന് പിന്നല്ലത് ഇങ്ങനെ കൊടുത്തേക്കാണ്. കണ്ടില്ലേ, ഈ വയറൊക്കെ ഓണാക്കുമ്പോൾ ഇതൊക്കെ ഷോർട്ടാണ്, ശ്രദ്ധിക്കണ്ടോ. ഇതൊക്കെ തട്ടി കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇതിൻ്റെ ഐസി പോവും, അതാണ്ടാകുക. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പം നമുക്ക് ഇത് ശ്രദ്ധിക്കുക, ഇതൊക്കെ ഷോർട്ട് ആകണ്ടോ ഇല്ലെന്നുണ്ട്. നമുക്ക് ഓണാക്കി നോക്കട്ടോ. അപ്പം ഇവിടെ ഫ്ലഗിൽ എന്ത് ചെയ്യുക, സ്വിച്ച് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. സ്വിച്ച് ഓണാക്കി. അപ്പം ഇനി നമുക്ക് ഇവിടെ പവർ ഓഫാണ്. കണ്ടല്ലേ, അപ്പം ഇനി നമുക്ക് ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഉണ്ടാവും, ഇത് ഓണാകണം. അതേമാതിരി തന്നെ ഇവിടെ ഒന്നും ഉണ്ടാവണല്ലോ, ഇത് അഡാപ്റ്റർ ലൈറ്റ് ഉണ്ടല്ലോ, ഇത് ഓണാണോ. അപ്പം നമുക്കൊന്ന് ഓണാക്കി നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ അല്ലേ, റെഡിയാണ്. ഡിസ്പ്ലേ ലൈറ്റ് വന്നു. കണ്ടല്ലേ, 102.7 FM-ൻ്റെതാണത്. അപ്പോൾ സൗണ്ട് കേൾക്കില്ല, നമുക്ക് വോളിയത്തിൻ്റെ പ്രശ്നമൊക്കെ നോക്കാം നമുക്ക്. ആണോ, ഇവിടെ ലൈറ്റ് ആണല്ലേ, റെഡ് ലൈറ്റ്, ഇവിടെ ബ്ലൂ ലൈറ്റ്. കണ്ടല്ലേ, അപ്പോൾ സംഗതി റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് അടിക്കണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അവർ ആദ്യം ഈ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തെ ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തോടെ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.